എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ മോഡൽ ഒരു ബാക്ക് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ഞാനൊരു പഴയ ഒരു ഷോൾ വെച്ച് ചെയ്തെടുത്തതാണ്. സിബും നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പഴയ ഷോൾ വെച്ച് നമ്മൾ ഈ ബാഗ് ചെയ്താണെങ്കിലും തയ്ച്ച് വന്നപ്പോൾ നമുക്കൊരു പുതിയ ബാഗിൻ്റെ ലുക്കിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പഴയ ഒരു ഷോൾ കേട്ടോ. അപ്പോൾ വീട്ടിൽ മെഷീനുള്ള ഒരു ഒടിവായോ നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഷോളിന് ഇനി നമുക്ക് മുറിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റിഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റിഫിൻ്റെ അളവിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്റ്റിഫിൻ്റെ നീളം എടുത്തിരിക്കുന്നത് നമ്മൾ 25 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയിലുമാണ് ഈ സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരളവിൽ തന്നെ നമുക്ക് ആ ഷോളിൽ നിന്ന് മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ ഷോളിൻ്റെ കരഭാഗത്ത് വരുന്ന ആ ഡിസൈന് നമുക്ക് ഈ ബാഗിൻ്റെ രണ്ട് സൈഡിലും കിട്ടുന്ന രീതിക്ക് തയ്ച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സ്ക്വയറായിട്ട് നമുക്ക് ആ സ്റ്റിഫിൻ്റെ അളവിൽ ആദ്യം തന്നെ നമുക്ക് ആ ഷോളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിഫ് കയ്യിലുണ്ടെങ്കിൽ എടുത്തോളുക. സ്റ്റിഫ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്ത്. പിന്നെ നമ്മുടെ ഈ ഷോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കട്ടി കുറവും കൂടെയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. തുണിക്ക് ഇത്തിരി കട്ടി കുറവാണ്. അപ്പോൾ സ്റ്റിഫ് കൂടെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി നല്ല കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ ബാഗ് കേട്ടോ. ബലം കിട്ടും ബാഗിന്. നന്നായിട്ട് തയ്ച്ച് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതുവരെയും ബാഗൊക്കെ തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ, ആദ്യമായിട്ട് തയ്ക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സ്റ്റിഫ് ഒട്ടിക്കാതെ ഒരു കോട്ടൻ്റെ തുണി ലൈനിങ് ആയിട്ട് ഇട്ടിട്ട് തയ്ച്ച് നോക്കുക. അത് ശരിയായെന്ന് തോന്നിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സ്റ്റിഫൊക്കെ ഒട്ടിച്ചിട്ട് തയ്ച്ചാലും മതി കേട്ടോ. അപ്പം നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതാ ഷോളിൻ്റെ ബോർഡർ ഇതുപോലെ രണ്ട് സൈഡിലും വെച്ച് അതൊന്ന് തയ്ച്ച് വെച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തുകൊണ്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. താഴെ വശത്ത് നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ അളവിൽ തന്നെ നമുക്കൊരു ലൈനിങ്ങും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു പഴയൊരു തുണി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി ഇതിൻ്റെ മേളിലേക്ക് വയ്ക്കാം. മേളിലേക്ക് വെച്ചിട്ട് 4 സൈഡും തയ്ച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം. കുറച്ച് അകലെ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മുടെ ഈ ലൈനിങ്ങും നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച നമ്മുടെ ഷോളിൻ്റെ തുണിയും കൂടെ ഒരേപോലെ ഇരിക്കാനാണ്. ഇതിപ്പോൾ ഞാൻ ചോക്ക് വെച്ച് വരച്ച് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരണം. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അത്രയും ഞാനിവിടെ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കാണിക്കാതിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. ഒട്ടും അറിയാൻ മേലാത്തവർക്ക് പോലും അതൊക്കെ മനസ്സിലാകുമല്ലോ. അതുകൊണ്ടാണ് അവിടെ അത്രയും ഭാഗം നമ്മൾ സമയം കളയണ്ടെന്ന് വിചാരിച്ച് കാണിക്കാത്തത്. ഇനി ഇതുപോലെ 2 പീസായിട്ട് മടക്കുക. 2 പീസായിട്ട് മടക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ 4ആയിട്ട് മടക്കുക. ഇതുപോലെ 4ആയിട്ട് മടക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ കഴുത്തിൻ്റെ അളവ് ചെയ്യുന്ന പോലെ കൈക്കുഴിയൊക്കെ അളവ് ചെയ്യല്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇതിൽ അളവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ അല്ലാത്ത ഭാഗത്തുനിന്ന് ഞാനൊരു 2.5 ഇഞ്ച് ഒന്ന് അളവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് നേരെ താഴോട്ട് ടേപ്പ് വെച്ചിട്ട് 2.5 ഇഞ്ച് അവിടെ അളവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് വരയ്ക്കുക. ഇതുപോലെ ചെറുതായിട്ട് റൗണ്ടായിട്ട് വരയ്ക്കുക. അങ്ങനെ റൗണ്ടാക്കി വരച്ചതിന് ശേഷം അവിടുന്ന് നേരെ വീണ്ടും ഷോൾഡർ വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ അവിടെയും ഒരു 2.5 ഇഞ്ച് അളവ് ചെയ്യുകയാണ്. അവിടെയും നമ്മൾ 2.5 ഇഞ്ച് അളവ് ചെയ്തതിന് ശേഷം ആ തുണിയുടെ എൻഡിൽ വന്നിട്ട് അവിടുന്ന് നമ്മളൊരു 3 ഇഞ്ച് താഴ്ച ഒന്ന് അളവ് ചെയ്യണം. 3 ഇഞ്ച് താഴ്ച അളവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ 2.5 ഇഞ്ച് ഷോൾഡർ പോലെ അളവ് ചെയ്തില്ല, അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചിതുപോലെ വരച്ച് കൊടുക്കുക. അവിടെ അങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഇനി വേറൊന്നും നോക്കാനില്ല. അതുപോലെ അങ്ങ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ചരിച്ച് വരച്ചിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഏകദേശം രൂപമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നേരെ നിവർത്തുക. നമ്മുടെ ബാഗിൻ്റെ വള്ളി ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ച് വീതിയിലും 20 ഇഞ്ച് നീളത്തിലുമാണ് ഈ 2 വള്ളി തയ്ച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വള്ളി നമുക്കിനി ഈ തുണിയുടെ 2 ഭാഗത്തായിട്ട് നമുക്ക് ആദ്യം ഒന്ന് വെച്ച് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇതുപോലെ വയ്ക്കുക ഒരു സൈഡിൽ, അടുത്ത സൈഡിൽ ഇതേപോലെ വയ്ക്കുക. അടുത്ത വള്ളി എടുത്തിട്ട് അതേപോലെ തന്നെ അടുത്ത സൈഡിലും ഇതുപോലെ വയ്ക്കണം. ഇപ്പോൾ 2 സൈഡിലും നമ്മൾ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ സ്ക്വയറായിട്ടുള്ള 2 പീസ് തുണിയും കൂടെ വേണം കേട്ടോ. ലൈനിങ് തുണി വേണം. അത് നമ്മൾ ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇനി വെക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ആ വള്ളി വെച്ചിട്ടില്ലേ, അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതുപോലെ വെച്ച് കൊടുത്ത് അടുത്ത സൈഡിലും അടുത്തൊരു പീസ് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ കൈക്കുഴിയും കഴുത്തും നമ്മൾ ഈ ലൈനിങ് വെച്ച് തയ്ച്ചെടുക്കുക. ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ആ കൈക്കുഴിയും കഴുത്തും
നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പോൾ ഈ കൈക്കുഴിയും കഴുത്തും തയ്ക്കുന്നതിന് മുമ്പായിട്ട് ആ വള്ളി ആദ്യം അവിടെ 2 സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഈ ലൈനിങ് തുണി എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ആ കഴുത്തിൻ്റെ ആ കൈക്കുഴിയുടെ ആകൃതിയിൽ നല്ല വശത്ത് വെച്ച് ഈ ലൈനിങ് വെച്ച് തയ്ച്ചിട്ട് ഉൾഭാഗത്തേക്ക് നമ്മൾ ഈ ലൈനിങ് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല വശത്ത് വെച്ച് നമ്മൾ ആ വള്ളി തയ്ച്ച് ആദ്യം വെക്കുകയാണ് കേട്ടോ. 2 സൈഡിലും ആദ്യം ആ വള്ളി അങ്ങ് തയ്ച്ച് വെക്കുക. അതിന് ശേഷം വേണം നമ്മുടെ ഈ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് ആ കൈക്കുഴിയും കഴുത്തും തയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലൈനിങ് തയ്ച്ചിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ തിരിച്ചെടുക്കണം കേട്ടോ. ഇതിങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്തൂടെ നമ്മൾ ആ കൈക്കുഴിയും കഴുത്തും പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതിലൂടെ നമുക്ക് പതിച്ചുകൂടെ തയ്ക്കണേ. എന്നിട്ട് ഇത് ഉൾഭാഗത്തേക്ക് നമുക്ക് ആ തുണി ഇതുപോലെ മടക്കി വയ്ക്കുക. ഇതുപോലെ മടക്കി വെച്ചിട്ട് അത് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. ആ 2 സൈഡിലെയും ഇതുപോലെ മടക്കിയിട്ട് അത്രയും സ്റ്റിച്ച് ചെയ്ത് വെക്കണം. പിന്നെ നല്ല വശത്തോടെ ഒന്ന് പതിച്ചുകൂടെ തയ്ച്ചുകൊണ്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇത് പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. താഴോട്ട് ലൈനിങ് നമ്മൾ നേരെ തയ്ച്ചും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇത് 2ആയിട്ട് മടക്കുക. 2ആയിട്ട് നല്ല വശം വെച്ച് ഇതുപോലെ മടക്കുക. മടക്കിയതിന് ശേഷം ഇതാ മേൽഭാഗം ഇപ്പം ഞാൻ ഈ ചെയ്യുന്നുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് 2 സൈഡിലേക്ക് മടക്കുക. ആ 2 സൈഡിലേക്ക് മടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മേളിൽ നിന്ന് കൈക്കുഴി പോലെ നമ്മൾ കറക്റ്റായിട്ട് ഒരു 3 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ 2 സൈഡിൽ നിന്ന് ഒരേപോലെ തന്നെ 2 സൈഡിൽ നിന്ന് മടക്കുന്നത്. ഇവിടെ നമുക്ക് സിബ് പിടിപ്പിക്കാൻ ആ കറക്റ്റ് അളവിലാണ് സിബ് വരുന്നത്. 2 സൈഡിൽ നിന്ന് സിബ് പിടിപ്പിക്കണം. അപ്പോൾ എൻ്റെ മിനിയാന്നത്തെ വീഡിയോ 2 കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് സിബ് പിടിപ്പിക്കാൻ അറിയാമല്ലോ, ബാഗ് തയ്ക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ 2 സിബ് ഇടുന്നൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. എനിക്കും വലിയ എക്സ്പേർട്ടൊന്നുമല്ല, നമ്മൾ കുറച്ച് സമയം എടുത്താണ് ഇടുന്നത്. ഈ റണ്ണർ ഊരി മാറ്റിയിട്ട് വീണ്ടും ഇടുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ റണ്ണർ ഊരി മാറ്റിയിട്ട് സിബ് 2 സൈഡിലായിട്ട് തയ്ച്ച് വെക്കണം. ഇനി നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തോ. ഇത് നമ്മൾ ചെയ്താണ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് വരുന്നത് കേട്ടോ. നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അത് പറ്റത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. കാരണം ഞാൻ ആദ്യം സിബ് ഇതുപോലെ റണ്ണർ ഊരി ഫുള്ളായിട്ട് മാറ്റാതെ തന്നെ സിബ് തയ്ച്ച് വെക്കായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ. നമ്മൾ ഈ റണ്ണർ ഊരി മാറ്റിയിട്ട് വേണം സിബ് തയ്ച്ചിട്ട് വീണ്ടും നമ്മൾ ഈ റണ്ണർ ഇട്ട് കൊടുത്ത് ലോക്കാക്കിയതിന് ശേഷം ഒന്ന് ഊരി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഇട്ടിട്ട് വേണം നമ്മുടെ ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ.
അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാതിരിക്കുന്നവർക്ക്. പക്ഷേ അത് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ആകും. അങ്ങനെ ഒരാളാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിബ് തയ്ച്ച് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റണ്ണർ ഇടാം. അപ്പോൾ ആ റണ്ണർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് ആ സിബിൻ്റെ ഒരു ഭാഗം കയറ്റുക. ഇച്ചിരി പ്രയാസമാണ്. അടുത്ത സൈഡും അതേപോലെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കയറ്റിയിട്ട് നേരെ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഓടിച്ച് വിടുക. ഇനി വീണ്ടും അതേപോലെ തന്നെ ഒന്നും കൂടെ സിബ് ഇടണം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ഇതുപോലെ അങ്ങ് തിരിച്ചെടുക്കണം. ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങ് തിരിച്ചെടുക്കണം കേട്ടോ. തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ മറിച്ചിട്ട് ഇപ്പം നമ്മുടെ ബാഗ് എല്ലാം ഉള്ളിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് അത് നല്ലവണ്ണം മടക്കി വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് മേൽഭാഗത്ത് നിന്ന് ആ സിബിൻ്റെ അവിടെ തൊട്ട് താഴോട്ട് 2 സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യണം. തയ്ച്ചുകൊണ്ട് വരണം. 2 പ്രാവശ്യമായിട്ട് തയ്ക്കണേ. അപ്പോൾ അത് ഞാൻ തയ്ക്കുന്ന കാണിച്ചിട്ടില്ല. അങ്ങനെ 2 സ്ഥലവും തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ അളവെടുക്കുന്നത് 2.5 ഇഞ്ച് വെച്ചാണ്. 2.5 ഇഞ്ച് കറക്റ്റ് ഇറക്കം, 2.5 ഇഞ്ച് അകലമാണ് എടുക്കുന്നത്. അത് ഒരിടത്ത് നമ്മൾ അളവ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പീസ് അപ്പുറം വെച്ചിട്ട് കറക്റ്റായിട്ട് അളവ് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരിടത്ത് നമ്മൾ അളവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പീസ് തന്നെ അടുത്തടുത്തും വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മേൽഭാഗം വേണ്ട കേട്ടോ. താഴെ 2 ഭാഗത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തേക്കാണ് കേട്ടോ സിബിൻ്റെ അവിടെ തൊട്ട്. അതിനുശേഷം ഇനി നമ്മൾ ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ എടുത്തിട്ട് 2 സൈഡും അങ്ങ് തയ്ച്ച് വെക്കണം. ഇത് അടുത്ത സൈഡും ഇതേപോലെ തന്നെ എടുത്തിട്ട് അവിടെ ഒന്ന് തയ്ച്ച് വെച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പം നമ്മുടെ പഴയ ഷോൾ ഇത് അടിപൊളി ബാഗായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് തോളിലിട്ടുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി സൂപ്പറായിട്ടൊരു ബാഗാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാം കേട്ടോ. സിബ് ഉള്ളതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് ലോക്ക് ചെയ്യാനും പറ്റും. നല്ലൊരു മോഡലും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും ഇങ്ങനത്തെ ബാഗൊന്നും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ പഴയൊരു തുണി എടുത്ത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സ്റ്റിപ്പൊന്നും മേടിച്ച് ഒട്ടിച്ച് തയ്ക്കണമെന്നൊന്നുമില്ല. അല്ല, ഒരു ലൈനിങ് തുണി ഇട്ടിട്ടൊന്ന് തയ്ച്ച് നോക്ക്. റെഡി ആയെങ്കിൽ അതിന് ശേഷം സ്റ്റിപ്പൊക്കെ ഒട്ടിച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇതിപ്പോൾ പുറത്ത് കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത്. സിബൊന്നും പിടിപ്പിക്കാൻ അറിയാൻ മേലാന്നും പറഞ്ഞ് ആരും ബാഗൊന്നും സ്റ്റിച്ച് ചെയ്യാതിരിക്കല്ലോ. ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് അതൊക്കെ ഈസി ആയിക്കോളും. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.